Alexa, open YouTube. ഹായ്. അപ്പോൾ ഇത്തിരി നേരം നിങ്ങളോടൊപ്പം ചിലവഴിക്കാൻ ഞങ്ങൾ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു ചെറിയ റിവ്യൂ എന്ന് പറയാം അല്ലേ, ഒരു പ്രോഡക്റ്റ് റിവ്യൂ ആണ് കേട്ടോ. അപ്പോൾ എന്താ ഈ ഒരു സമയം എന്ന് പറയുമ്പോൾ എല്ലാം സ്മാർട്ട് ഡിവൈസസിൻ്റെ സമയം എന്ന് പറയാം അല്ലേ. എല്ലാം സ്മാർട്ടാണ്. നമുക്ക് മൊബൈലിലാണെങ്കിലും ഫുൾ ഇൻ്റർനെറ്റ് വഴിയുള്ള കാര്യങ്ങൾ എല്ലാവരും എടുക്കുന്നുണ്ടാവും. പിള്ളേർക്കാണെങ്കിലും അറിയാം, എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ സിനിമയൊന്നും ഇങ്ങനെ തിയേറ്ററിലൊന്നും പോയി കാണുന്നില്ല. സിനിമ ഒക്കെ എന്ന് പറയുമ്പോൾ അത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലാണ് റിലീസ് ചെയ്തത്. ഇപ്പോൾ അടുത്തായിട്ടെല്ലാം റിലീസ് ചെയ്തത് ഹലാൽ ലവ് സ്റ്റോറി മലയാളത്തിൽ, ഇപ്പോൾ തമിഴ് സൂര്യയുടെ പുതിയ ഫിലിം വന്നിട്ടുണ്ട്. അതൊക്കെ ആമസോൺ പ്രൈം, നെറ്റ്ഫ്ലിക്സ് ഇതിലൊക്കെയാണ് റിലീസ് ചെയ്തത്. നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഒരു ടി വി എന്ന് പറയുമ്പോൾ ഇപ്പോൾ അധികം വരുന്ന ടി വികളും സ്മാർട്ട് ടി വി ആണ്. അപ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അതിൽ കിട്ടും. പക്ഷെ നമ്മുടെ ടി വി സ്മാർട്ട് ടി വി അല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ യൂട്യൂബ് എടുക്കാനോ അല്ലെങ്കിൽ ആമസോൺ പ്രൈമിൽ ഒരു സിനിമ കാണണമെന്ന് വെച്ചാൽ ഒന്നും നടക്കില്ല. പക്ഷേ നമ്മുടെ സാധാരണ ടി വിയെ നമുക്ക് സ്മാർട്ട് ടി വി ആയി മാറ്റാം. അതെങ്ങനെയാണ്? അതിനൊരു സംഭവം കേട്ടോ. ഇതാണ് ആ ഒരു ഡിവൈസ് എന്ന് പറഞ്ഞാൽ, അതായത് ഫയർ ടി വി സ്റ്റിക്ക്. മെയിൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ സ്മാർട്ട് ടി വി കുറച്ച് കാലം മുന്നേ വരെ ഇത്തിരി എക്സ്പെൻസീവ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും സാധാരണ എന്തിനാണ് ഞങ്ങളുടെയൊക്കെ ഇൻ്റർനെറ്റും കേരളത്തിൽ, അതായത് നമ്മുടെ നാട്ടിൽ പൊതുവെ ഇൻ്റർനെറ്റും അങ്ങനെ ഭയങ്കര സ്പീഡുള്ള ഇൻ്റർനെറ്റ് പൊതുവെ കുറവായിരുന്നല്ലോ. നോർമലി നമ്മൾ മൊബൈൽ അല്ലെങ്കിൽ BSNL എടുത്താൽ തന്നെ ഒരു 10 Mbps 5 Mbps തന്നെ ആ ഒരു റേഞ്ചിലാണ് ഉണ്ടാവാറ്. ഇപ്പോഴാണ് ഇപ്പം എല്ലാ ഇൻ്റർനെറ്റ് പ്രൊവൈഡേഴ്സും ഇപ്പോഴും എന്താ 50-100 ഒക്കെ ആ റേഞ്ചിലേക്ക് എത്താം. കാരണം ആൾക്കാരും പൊതുവെ സ്പീഡ് നോക്കിയിട്ടാണ് ഏത് ചൂസ് ചെയ്യണം എന്നുള്ള, ഏത് പ്രൊവൈഡേഴ്സിനെ ചൂസ് ചെയ്യണം എന്നുള്ളത് നോക്കുകയും ചെയ്യുന്നത്. എല്ലാം ഇതാണല്ലോ, എല്ലാം ഇന്റർനെറ്റിന്റെ കാലമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയത്ത് സ്മാർട്ട് ടി വി വാങ്ങൽ പൊതുവെ കുറവായിരുന്നു. ഇപ്പോൾ പിന്നെ എല്ലാം അതിലേക്ക് മാറി. അപ്പോൾ പഴയ ടി വി ആകുമ്പോൾ ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻസ് ഒന്നും ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനാണ് സ്മാർട്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കിത്. പലർക്കും അറിയായിരിക്കും, അതാണ് ഇത് കുറേ കാലമായിട്ട് ആമസോണിൽ ഉള്ള സാധനമാണ്. പക്ഷെ എന്തായാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു ഹെൽപ്പ് ആവുന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് റിവ്യൂ ആയിട്ട്. ഞങ്ങളെ ഈ ഒരു സംഭവം വാങ്ങാൻ കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ ബാംഗ്ലൂർ ആവുന്ന സമയത്ത് നമുക്ക് ടി വിയിൽ തന്നെ എല്ലാം കാണാനൊക്കെ പറ്റുമല്ലോ. അപ്പോൾ ഇപ്പോൾ നാട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ രണ്ട് വീട്ടിലെടുത്ത് കഴിയുമ്പോഴും നമുക്ക് സിനിമയൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ട്. അപ്പോൾ ആമസോണിൻ്റെ ഓഫർ വന്ന ആ ഒരു സമയത്ത് ഞങ്ങൾ വാങ്ങിച്ചതാണ് ഈ ഒരു ഫയർ ടി വി സ്റ്റിക്ക്. അപ്പം യൂസ് ചെയ്ത് കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് തോന്നി നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാം, അതിൻ്റെ ഒരു റിവ്യൂ പോലെ ചെയ്യാൻ തോന്നിയിട്ടാണ്. ഈ ഒരു പാക്കേജിലാണ് ഇങ്ങനെ ഒരു സംഭവം, ഒരു എന്താ പറയാ, ചെറിയൊരു ഇതാണല്ലേ, കാണുമ്പോൾ തന്നെ അറിയാം ചെറിയൊരു പാക്കാണ്. നല്ല പാക്കിംഗ് ഒക്കെയാണ്, കോമ്പാക്ട് പാക്കിംഗ് ആണ്. എന്താ പറയുക, ഇതിപ്പം താഴത്ത് വീണാലും ഒന്നും സംഭവിക്കാനൊന്നും തോന്നില്ല. ആമസോണിൻ്റെ കാണുമ്പോൾ തന്നെ എന്താ പറയുക, ഒരു ലക്ഷറി പ്രൊഡക്റ്റ് ആണെന്ന് തോന്നും. അതിൻ്റെ ഒരു ഇമേജും ഒരു 3D സ്റ്റൈൽ ഒരു ഇതൊക്കെ ഉള്ളത് നല്ല പാക്കിംഗ് ഒക്കെയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ സാധനം കിട്ടിയിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ പാർട്സുകളൊക്കെ ഓരോന്നോരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. ആദ്യം കാണിച്ചു തരാം. ഞങ്ങൾ ആദ്യം ഓപ്പൺ ചെയ്താണ് ഉപയോഗിച്ചതാണ്. അപ്പോൾ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഒരു വീട്ടിൽ കോൺഫിഗർ ചെയ്ത് ഉപയോഗിച്ച് കഴിഞ്ഞതാണ്. അപ്പോൾ ഇപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വേണമെങ്കിൽ അങ്ങനെ പറയാം അല്ലേ. അതായത് ഇപ്പോൾ 2-3 വീട്ടിൽ നമ്മൾ കൂടെ ഇത് എടുത്തിട്ട് നടക്കാം. ഇപ്പോൾ ഒരു ടി വിയിൽ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇത് എടുത്തിട്ട് നമ്മളിപ്പം ഇവിടെ വന്നു, ഇനിയിപ്പോൾ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. അതായത് കയ്യിലെടുത്ത് കൊണ്ട് നടക്കാൻ പറ്റുന്നത്. എങ്ങോട്ടാ പോകുന്നത് വെച്ചാൽ നമ്മൾ കൂടെ കൊണ്ടുപോകാം. ഇന്റർനെറ്റ് വേണമെന്നുള്ള ഒറ്റൊരു ഇത് മാത്രമല്ല. ഇപ്പം ഈവൻ എന്താ പറയേണ്ടത്, 4Gയിലാണെങ്കിൽ പോലും നല്ല കവറേജ് ഉള്ള സ്ഥലത്താണെങ്കിൽ ഈസി ആയിട്ട് ഇപ്പോൾ 20-25 Mbps ഒക്കെ കിട്ടുന്ന സ്ഥലത്താണെങ്കിൽ ഈസി ആയിട്ട് വർക്ക് ചെയ്യും. പിന്നെ എനിക്ക് തോന്നുന്നു ഇതിപ്പം എന്താണ് ഇതിന്റെ ഇത് ഇപ്പൊ ഇതിന്റെ പല വേർഷൻസ് ഉണ്ട്. ഇതിപ്പോ ഇത് വെറും ഫയർ ടി വി സ്റ്റിക്ക് മാത്രം വരുന്നുണ്ട്. ഇത് ഉപയോഗിച്ച് ഈ ഫയർ ടി വി സ്റ്റിക്ക് മാത്രമാണെങ്കിൽ നമ്മൾ വീട്ടിലുള്ള ടി വിയുടെ റിമോട്ട് ഉപയോഗിക്കും. ഇത് ഫയർ ടി വി സ്റ്റിക്ക് വിത്ത് അലക്സ വോയിസ് റിമോട്ടാണ്. അലക്സ അറിയാമായിരിക്കുമല്ലോ. അലക്സ നമ്മുടെ മറ്റേ ചാനലിൽ അലക്സയുടെ റിവ്യൂ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ നോക്കട്ടെ വീഡിയോ ആയിട്ടോ മറ്റോ കൊടുക്കാൻ പറ്റുമെന്ന്. അപ്പോൾ അലക്സ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും. നമുക്ക് വേണ്ട കാര്യങ്ങൾ വോയിസ് അത് നിങ്ങൾക്ക് ബട്ടൺ പ്രസ് ചെയ്തിട്ട് പറഞ്ഞാൽ മതി.
പ്ലേ യൂട്യൂബ്. അതാണ് ഇതിൻ്റെ ഒരു വലിയൊരു ഗുണം. അതായത് സെർച്ച് ചെയ്യേണ്ട കാര്യമില്ല. സെർച്ച് ചെയ്യൽ ഇപ്പോൾ അറിയാമല്ലോ, നമ്മുടെ ലേറ്റസ്റ്റ് സ്മാർട്ട് അല്ല എങ്കിൽ ഈ പോയിന്റ് ഡിവൈസ് ഒന്നും വരുന്നില്ലല്ലോ. മൗസ് എന്ന് പറയുമ്പോൾ നമ്മൾ ABCD എന്നൊക്കെ പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്യൽ പ്രശ്നമല്ല. ഇതാകുമ്പോൾ ജസ്റ്റ് ആ ബട്ടൺ പ്രസ് ചെയ്തിട്ട് സംസാരിക്കേണ്ട കാര്യമുള്ളൂ. പിന്നെ ഇതിന്റെ 4K ഇതിന്റെ 4K വേർഷൻസ് ഉണ്ട്. അതിപ്പോ നമ്മളിപ്പോ സാധാരണ ഫാറ്റ് TV സ്റ്റിക്ക് 4K TV ആണെങ്കിൽ മിക്കവാറും അത് സ്മാർട്ട് ആവാനാണ് സാധ്യത. അല്ലാതെ വാങ്ങുന്നത് വളരെ ഇതായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ സാധാരണ HD, അതായത് 1080 HD വേർഷനാണിത്. നോർമലി ഇത് മതിയാവും, അതായത് ഫുൾ HD ക്വാളിറ്റി കാണാൻ വേണ്ടിയിട്ട്. റേറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. റേറ്റ് ഒറിജിനൽ റേറ്റ് എഴുതിയിരിക്കുന്നത് എത്രയാണ്? 3,999. പക്ഷെ ഞങ്ങളിതിപ്പോ ഈ ഗ്രേറ്റ് ഇന്ത്യൻ സെയിലിന്റെ ഓഫറിൽ ഇപ്പം 2,400 അതിലാണ് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇനി നമുക്കിത് ഓപ്പൺ ചെയ്ത് അതിനുള്ളിൽ എന്തൊക്കെ കാര്യങ്ങൾ നോക്കാം. അതുപോലെ തന്നെ എങ്ങനെയാണിത് നമ്മുടെ ടി വിയിൽ കോൺഫിഗർ ചെയ്യുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഉള്ളത്, സാധനങ്ങൾ ഉള്ളതുള്ളത്. ഇത് പറഞ്ഞതുപോലെ ഞങ്ങളിത് ഓപ്പൺ ചെയ്തിട്ട് ഒരു TV-യിൽ കണക്ട് ചെയ്തതാണ്. എന്നിട്ട് നമ്മൾ അതേപോലെ തന്നെ ഓൾമോസ്റ്റ് പാക്ക് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ സമയത്തേക്ക് ഇങ്ങോട്ടേക്ക് എത്തതാണ്. കംപ്ലീറ്റ് ഇതിലാണ് ഈ പാക്കറ്റിലേക്ക് നമുക്ക് അടിച്ചു ചേർക്കാം. കംപ്ലീറ്റ് ഇതിലാണുള്ളത്. ഒന്നും കാണില്ല, എന്താ ജസ്റ്റ് പ്രോപ്പർ ആയിട്ടുള്ള പാക്കിംഗ് ആണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, താഴത്ത് വീണാൽ പോലും ഒന്നും പറ്റില്ല എന്നുള്ളത്. നമുക്ക് ഓരോരോ കാര്യങ്ങൾ എടുക്കാം. ഇത് നമ്മുടെ റിമോട്ട്, വോയിസ് എനാബിൾഡ് റിമോട്ടാണ്. ഇതിൽ ഇതാണ് ഫസ്റ്റ് ബട്ടൺ ആണ് അലക്സയിൽ. ഇത് ബാക്കി നോർമലി വോളിയം കൺട്രോൾ ഉണ്ട്, പിന്നെ ഫാസ്റ്റ് ഫോർവേഡ് സ്റ്റോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ നാവിഗേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു റൗണ്ട് ഇതാണ്. അതുകൊണ്ട് ഭയങ്കര സൗകര്യമാണ്. ഈ ബട്ടണിൻ്റെ റൗണ്ട് എന്ന് പറയുമ്പോൾ റൈറ്റ് സൈഡ് ആക്കിയാൽ റൈറ്റായി, ലെഫ്റ്റിലായി, അപ്പ് ഡൗൺ, മിഡിൽ പോസ് ചെയ്യാം. ഭയങ്കര സൗകര്യമുള്ള ഒരു സിമ്പിൾ റിമോട്ടാണ്. നല്ല കാണാനും നല്ല എന്താ ക്യൂട്ട് റിമോട്ട്, നല്ല ക്യൂട്ടാണ് കേട്ടോ. പക്ഷെ എന്താ പറയുക, ഒരു നമുക്ക് കാണുമ്പോഴേ ചില റിമോട്ടൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു ലോ ക്വാളിറ്റി അങ്ങനെ തോന്നുന്നു. ഇത് പക്ഷെ കാണുമ്പോൾ തന്നെ നല്ലൊരു ഒരു ലുക്കാണ്, നല്ലൊരു ക്വാളിറ്റി ഉള്ള സ്ട്രോങ് ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫയർ TV സ്റ്റിക്ക് സിമ്പിൾ ഒന്നുമില്ല. നമ്മളെ സാധാരണ ഇതില്ലേ ഡോങ്കിളൊക്കെ ഇല്ലേ, എയർടെല്ലിൻ്റെ ഒക്കെ ഇതൊക്കെ എടുക്കുന്നില്ലേ, സെയിം സാധനം. HDMI ആണ് കണക്ടിവിറ്റി. പിന്നെ ഇവിടെ നമുക്ക് ഇത് എന്താ പറയുക, പവർ കണക്ട് ചെയ്യാനുള്ള നോർമൽ മൈക്രോ USB-യുടെ പോർട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഒരു എക്സ്റ്റൻഷൻ വരുന്നുണ്ട്, അതും ഒരു HDMI തന്നെയാണ്. ഇതിൻ്റെ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ഫ്ലെക്സിബിളാണ് കേട്ടോ. നമ്മുടെ നോർമലി എന്താണ് TV ഒക്കെ വോളിൻ്റെ സൈഡിലല്ലേ ഉണ്ടാവുക. ചിലപ്പം വോളിലൊക്കെ കറക്റ്റ് സ്പേസിലായിരിക്കും ഉണ്ടാവും. അപ്പോൾ ഇത് ചിലപ്പം ഫിറ്റ് ചെയ്യാനുള്ള സ്പേസ് ഇല്ല എങ്കിൽ ഇതിങ്ങനെ HDMI ശരിക്കും നമ്മൾ വെർട്ടിക്കലായിട്ട് ഫിറ്റ് ചെയ്യേണ്ടതാണെങ്കിൽ ഇങ്ങനെ വെക്കുമ്പോൾ ഇത്ര സ്പേസ് വേണ്ട. അപ്പോൾ അതൊക്കെയാണ് ആമസോണിൻ്റെ ഇതിൻ്റെ ഒരു മെയിൻ ഗുണം എന്ന് പറയുന്നത്. അവരത് തിങ്ക് ചെയ്തിട്ട് വെച്ചതാണ് ഈ സാധനം. അതായത് HDMI അത് ക്വാളിറ്റി സാധനമാണ്. ഇത് പിടിക്കുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ല സ്ട്രോങ് ആയ സാധനമാണ്, ബട്ട് ഫ്ലെക്സിബിൾ ആണ്. അതായത് നമ്മുടെ ഇവിടെ ഇപ്പോൾ ഇത് ശരിയായ ടിപ്പിക്കൽ എക്സ്റ്റൻഷൻ കേബിൾ എന്ന് പറയുക. ഇവിടെ കണക്ട് ചെയ്താൽ ഇത് കണ്ടോ, ഈ എൻഡ് നമുക്ക് TV-യിൽ കണക്ട് ചെയ്തതിന് ശേഷം ഇത് ശരിക്കും ഇങ്ങനെ ബെൻഡ് ചെയ്തിട്ട് താഴത്തേക്ക് ആക്കാം. ഇത് ശരിക്കും ഡയറക്റ്റ് ആണെങ്കിൽ ഇപ്പൊ ചുവരിനൊക്കെ എടുത്താണെങ്കിൽ ഇങ്ങനെ നിന്ന സ്പേസിന്റെ പ്രശ്നം വരും. ഇപ്പൊ ചില TV-യിൽ ചിലപ്പോൾ താഴെയുള്ളതായാലും അപ്പൊ പിന്നെ കുഴപ്പമുള്ള കാര്യമില്ല. അപ്പോൾ ഡയറക്റ്റ് തന്നെ നമുക്ക് വേണ്ടിയിട്ട് ഇതിന്റെ ആവശ്യമില്ല, ഇത് തന്നെ ജസ്റ്റ് പ്ലഗ് ചെയ്ത് കൊടുത്താൽ മതി. എല്ലാം എങ്കിൽ ഇത് സൗകര്യമാണ്. പിന്നെ ഇതിന്റെ വേറെ എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പം ഇത് അഴിച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ ഇത് മാത്രം ഇതിൽ നിന്ന് അഴിച്ചാൽ മതി. ഈ എക്സ്റ്റൻഷൻ അവിടെ തന്നെ വെക്കാം. പിന്നെ ഇത് പുറത്ത് താഴത്തേക്ക് ഹാങ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് പിന്നെ ഇത് കണക്ട് ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരിക്കും. ഓക്കെ, അതാണ് ഇതിൻ്റെ കാര്യം. പിന്നെ എന്താണ് ഇതിൻ്റെ കൂടെ ഉള്ളത്, നമ്മുടെ സാധാരണ എന്താ പറയുക ഇത് പ്ലഗ്, അതായത് എത്ര വോട്ടിൻ്റെതാണ് ഔട്ട്പുട്ട് 5 വാട്ട്. അതായത് നമ്മുടെ നോർമൽ മൊബൈൽ ചാർജറൊക്കെ ഇല്ലേ, സെയിം ചാർജർ. അതിൻ്റെ അകത്ത് തന്നെ ഒരെൻഡ് USB, മറ്റേത് മൈക്രോ USB. അപ്പോൾ ഇതിവിടെ പ്ലഗ് ചെയ്യേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് നമ്മുടെ പ്ലഗ് ഇതിൽ കണക്ട് ചെയ്യുന്നു. ഇത് പവർ സോക്കറ്റിൽ ഇത് ഇത്രയുള്ള സംഭവം.
ഈ എൻഡ് നമ്മൾ ടി വിയിൽ കണക്ട് ചെയ്യുന്നു, ഈ എൻഡ് പവർ വേണ്ടിയിട്ട് കണക്ട് ചെയ്യുന്നു. ബാക്കി ടി വി കണക്ട് ചെയ്താൽ നമ്മൾ എന്താ പറയേണ്ടത്, ടി വിയിൽ നോർമൽ ഓപ്പറേഷൻസ് എന്തൊക്കെയാണ് കോൺഫിഗർ ചെയ്യേണ്ടത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. വേറെ എന്താണ് പറയേണ്ടത്? അതൊക്കെയാണ് സംഭവങ്ങൾ. നമുക്കിത് ഒന്ന് ടി വിയിൽ കണക്ട് ചെയ്ത് എങ്ങനെയാണ് കോൺഫിഗർ ചെയ്യുന്നതൊക്കെ നോക്കിയത്. അപ്പോൾ നമുക്ക് നമ്മുടെ പഴയ ഫ്ലാറ്റ് ടി വി സ്മാർട്ട് ടി വി ആക്കിയിട്ട് മാറ്റാം. ഓക്കെ. അപ്പോൾ ഇതാണ് HDMI പോർട്ട്. അപ്പോൾ ഒരു HDMI പോർട്ടിൽ നമ്മൾ ഓൾറെഡി സെറ്റപ്പ് ബോക്സ് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത് കാണുന്നുണ്ടല്ലോ HDMI 2, ആ പോർട്ടിലാണ് നമ്മൾ ഫയർ സ്റ്റിക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഇതിപ്പോൾ ഇങ്ങനെ നിന്നോളും, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നിന്നോളും. പ്ലഗ് കണക്ട് ചെയ്യാണ്. എന്നിട്ട് ഇതിൻ്റെ എൻഡ് നമുക്ക് ഫയർ ടി വി ഈ സ്റ്റിക്കിൻ്റെ എൻഡിൽ കണക്ട് ചെയ്യാം. അതിന് വേക്കിലൊന്നും ടി വിയുടെ പിന്നിലൊന്നും പോകേണ്ട കാര്യമില്ല. ഇപ്പോൾ ഇത് ഹാങ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തുനിന്ന് തന്നെ കണക്ട് ചെയ്യാൻ പറ്റും. ഇവിടെയാണ് ഹാങ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് താഴത്തേക്ക് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് സുഖമായിട്ട്, സൈഡിലാണല്ലോ ഞാൻ കാണിച്ചു തന്നിട്ടില്ല. അപ്പോൾ അവിടെ ഇത് കണക്ട് ചെയ്യാൻ പോവാണ്. യെസ്, ഓക്കെ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മളെ റിമോട്ട് ഉണ്ടല്ലോ, അതിൽ ബാറ്ററി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ബാറ്ററി എന്ന് പറയുന്ന നമുക്ക് ഇതിൻ്റെ കൂടെ ഫയർ സ്റ്റിക്കിൻ്റെ കൂടെ വന്നതാണ്. ആമസോൺ ബാറ്ററി എന്നാണ് ഇതിൻ്റെ മുകളിൽ എഴുതിയത്. അപ്പോൾ അത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ടി വി ഓൺ ചെയ്യാം. അപ്പോൾ ഫസ്റ്റായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ടി വി ഈ റിമോട്ട് കൊണ്ടല്ല കേട്ടോ ഓൺ ചെയ്യുക, നമ്മുടെ സാധാരണ ടി വി റിമോട്ട് കൊണ്ടാണ് ഓൺ ചെയ്യുക. അതിനുശേഷം അപ്പോൾ അതിൽ വരും, അതായത് ഈ ഒരു അലക്സ റിമോട്ട്, ഫയർ സ്റ്റിക്കിൻ്റെ റിമോട്ട് അതിൽ കോൺഫിഗർ ചെയ്യാൻ വരും. അപ്പോൾ നമുക്കത് കോൺഫിഗർ ചെയ്യാം. അതിനുശേഷം പിന്നെ നമുക്ക് എപ്പോഴും ഈ ഒരു റിമോട്ട് കൊണ്ട് തന്നെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം ഇത് ഓൺ ചെയ്തിട്ട് സോഴ്സ് സെലക്ട് ചെയ്യണം. സോഴ്സ് നമ്മൾ നേരത്തെ കൊടുത്തല്ലോ, HDMI 2 കണക്ട് ചെയ്തത് ഫയർ സ്റ്റിക്ക്. അപ്പം സോഴ്സ് HDMI 2 ആയിട്ട് സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ അലക്സ ഫയർ ടി വി സ്റ്റിക്ക് ഓൺ ആയി ഓൾറെഡി. കണ്ടോ, സൈൻ ഇൻ വിത്ത് യുവർ ആമസോൺ അക്കൗണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓൾറെഡി ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ കോൺഫിഗർ ചെയ്യാം, ഇല്ല എങ്കിൽ നമുക്ക് പുതിയ ഉണ്ടാക്കാം. ഞങ്ങൾക്കിപ്പോൾ പ്രൈം അക്കൗണ്ട് ഉള്ളത് കൊണ്ട് ഞങ്ങൾ ഇതിലാണ് കണക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി ഇത്ര നേരം ഉപയോഗിച്ചിരിക്കുന്നത് ടി വിയുടെ റിമോട്ടാണ്. ഇനി നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ഫയർ ടി വി സ്റ്റിക്കിൻ്റെ റിമോട്ടാണ്. അതിലുള്ളത് ഇതാ ഈ റൗണ്ട് ബട്ടണാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നാവിഗേഷന് വേണ്ടിയിട്ട്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ആകെ പ്ലസ്, വോളിയം ഇൻക്രീസ്, മ്യൂട്ട്, പിന്നെ ഫാസ്റ്റ് ഫോർവേഡിൻ്റെതേ ഉള്ളൂ. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഈ ബട്ടൺ ഇപ്പോൾ റൈറ്റ് പ്രസ് ചെയ്താൽ അങ്ങോട്ടേക്ക് പോകും. കണ്ടോ, ഐ ആം ന്യൂ ടു ആമസോൺ എന്നുള്ളതിലേക്ക് പോയി. ഇപ്പോൾ ഇങ്ങോട്ടേക്ക് ആകുമ്പോൾ അത് ഐ ഓൾറെഡി ഹാവ് ആൻ അക്കൗണ്ട്. അപ്പോൾ ഞങ്ങൾ സെലക്ട് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഐ ഓൾറെഡി ഹാവ് ആൻ ആമസോൺ അക്കൗണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഓക്കെ, എൻ്റർ അടിച്ചു. അപ്പോൾ സൈൻ ഇൻ വിത്ത് യുവർ ആമസോൺ അക്കൗണ്ട്. അപ്പോൾ അവരുടെ കോഡ് തന്നിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ amazon.in/code എന്നുള്ളത് ഇത് നിങ്ങളുടെ മൊബൈലിലോ ലാപ്ടോപ്പിലോ ഏതിലാണെന്ന് വെച്ചാൽ ടൈപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ മൊബൈൽ എടുക്കട്ടെ. amazon.code അടിച്ചപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഓൾറെഡി എൻ്റെ മൊബൈൽ ഓൾറെഡി ഇതുള്ളത് കൊണ്ട്, ആമസോൺ ഉള്ളത് കൊണ്ട് അക്കൗണ്ടിലേക്ക് തന്നെ ഡയറക്റ്റ് ആയിട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ പാസ്വേഡ് അടിച്ചു കൊടുക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. എന്നിട്ട് ലോഗിൻ ചെയ്യാം. അപ്പോൾ ഇവിടെ കണ്ടോ, രജിസ്റ്റർ യുവർ ഡിവൈസ് എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ ഈ ടി വിയിൽ കാണിച്ചിരിക്കുന്ന കോഡ് കണ്ടോ, FTLATR. എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ആമസോൺ അക്കൗണ്ടുമായിട്ട് ഇത് രജിസ്റ്റർ ചെയ്യാൻ പോവാണ്. കണ്ടിന്യൂ. രജിസ്ട്രേഷൻ ഈസ് നൗ കംപ്ലീറ്റ്. ഓട്ടോമാറ്റിക്കലി അവിടെ മാറിയത് കണ്ടോ, ഫയർ ടി വി സ്റ്റിക്ക് സക്സസ്ഫുള്ളി രജിസ്റ്റേർഡ് എന്ന് വന്നതുണ്ടോ. ഇനി നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മുടെ ആമസോൺ അക്കൗണ്ടിനനുസരിച്ചിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ചേഞ്ച് ചെയ്യേണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാം. നമുക്ക് വേറെ അക്കൗണ്ടൊന്നും ഇല്ല, വേറെ എടുക്കേണ്ട ഒരു പ്ലാനും ഇല്ല. സോ വി ആർ ജസ്റ്റ് കണ്ടിന്യൂയിങ്. ഓക്കെ, ക്ലിക്കിംഗ് ഓൺ ദ മിഡിൽ ബട്ടൺ ആൻഡ് സെറ്റ് വൈഫൈ പാസ്വേഡ് ടു ആമസോൺ. അപ്പോൾ അതിൽ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് നെറ്റ്വർക്ക് കണക്ട് ചെയ്യാമെന്ന്. അപ്പോൾ നമ്മൾ നെറ്റ്വർക്കിലേക്ക് പോകുന്നു. എന്നിട്ട് താഴത്ത് പോയി നെറ്റ്വർക്ക് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, അതൊക്കെ അലക്സ റിമോട്ടിലെ പ്രോപ്പറായിട്ട് ആ റൗണ്ട് ബട്ടൺ ഉണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വൈഫൈയുടെ ഓൾറെഡി കാണിക്കുന്നുണ്ട്, ഈപ്പോൺ വൈഫൈ എന്നാണുള്ളത് പേര്. അപ്പോൾ അതിലേക്ക് കണക്ട് ചെയ്യാണ്. അപ്പോൾ
അപ്പോൾ അതിൻ്റെ പാസ്വേഡ് ചോദിക്കുകയാണ്. അപ്പോൾ നെറ്റ്വർക്കിലേക്ക് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കണക്റ്റ് ആവട്ടെ. അതാ കണക്റ്റഡ് വന്നു. കണ്ടില്ലേ, ഇവിടെ ഇതാ കണക്റ്റഡ് എന്ന് വന്നു. ഇനി നമ്മൾ ബാക്കിലേക്ക് പോവാണ്. ഇതിപ്പോൾ നമ്മുടെ ആമസോൺ അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് വേണ്ട ആപ്ലിക്കേഷൻസ് ഒക്കെ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യാം. ഇപ്പോൾ ഇതാ ആപ്സ് എന്നുള്ള ഓപ്ഷൻസ് കണ്ടോ മുകളിൽ, ആപ്സ്. ഇതിൽ പോയിട്ട് ഏത് വേണമെങ്കിലും, ഈവൻ ഗെയിം പോലും നമുക്ക് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് കളിക്കാം. ഫീച്ചേർഡ് ആപ്സ് ഇതാ നെറ്റ്ഫ്ലിക്സ്, ഹോട്ട്സ്റ്റാർ, ഫേസ്ബുക്ക് വാച്ച്. ഫേസ്ബുക്ക് വാച്ചിൻ്റെ ഉപകാരം എന്താണെന്നറിയാമല്ലോ അല്ലേ? നമ്മളിപ്പോൾ മൊബൈലിൽ ഫേസ്ബുക്ക് എന്തെങ്കിലും വീഡിയോ കാണുകയാണെങ്കിൽ ഇത് ഫയർ സ്റ്റിക്ക് കണക്റ്റഡ് ആണെങ്കിൽ, നമ്മൾ ഫയർ സ്റ്റിക്ക് ആപ്ലിക്കേഷൻ ഓൺ ആണെങ്കിൽ നമ്മുടെ മൊബൈലിന് ഡയറക്റ്റ് സ്ട്രീം ചെയ്യാൻ പറ്റും ഫേസ്ബുക്ക് വാച്ചിലേക്ക്. പിന്നെ ഇതാ സൺ നെക്സ്റ്റ്, എല്ലാ ആപ്ലിക്കേഷൻസും ഉണ്ട്. സോണി ലൈവ്, വൂഡ്, ഹീറോസ് നൗ, ഏതൊക്കെ സിനിമ കാണണം, ഏതൊക്കെ ആപ്ലിക്കേഷനിൽ ആക്സസ് ഉണ്ട് ഒക്കെ എടുക്കാം. ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ ഇപ്പം ആപ്ലിക്കേഷൻസ് ഇതൊക്കെ രജിസ്റ്റർ ചെയ്യാൻ തന്നെ ഇപ്പോൾ ഭയങ്കര ചീപ്പാണ്. ഇപ്പം രാഗ മ്യൂസിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രാഗ, ഗാന ഇതൊക്കെ വളരെ ചീപ്പാണ് ഇപ്പോൾ. അപ്പോൾ പാട്ടൊക്കെ കേൾക്കണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ കോൺഫിഗറേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ആമസോൺ മ്യൂസിക് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, ജസ്റ്റ് അത് സെലക്ട് ചെയ്തു, എൻ്റർ അടിച്ചു, ഓപ്പൺ ചെയ്യാണ്. നമുക്കിതാണ് ഇംഗ്ലീഷ് വേണോ, ഹിന്ദി വേണോ, തമിഴ് വേണോ, ഏത് വേണമെങ്കിലും എടുക്കാം. മൾട്ടിപ്പിൾ വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം. ഹിന്ദി സെലക്ട് ചെയ്യാം, ഇംഗ്ലീഷ് സെലക്ട് ചെയ്യാം, തമിഴ് സെലക്ട് ചെയ്യാം, മലയാളം സെലക്ട് ചെയ്യാം. ഓക്കെ, തൽക്കാലം നമുക്കത് മതി. ഡൺ, ഇതൊക്കെ സെലക്ട് ചെയ്തു, ഡൺ കൊടുത്തു. നമ്മളിനി തിരികെ പോന്നു. വേറെ എല്ലാ ആപ്ലിക്കേഷൻസും ഉണ്ട്. ഇപ്പം വേണമെങ്കിൽ നമുക്ക് ഒരു മൂവി നോക്കാം. എനിക്ക് പ്രൈം ഉണ്ട് ഓൾറെഡി നമുക്ക്. അപ്പോൾ ഇപ്പം മൂവീസിൽ പോയാൽ പുതിയ മൂവി ഇപ്പം വന്നതൊക്കെ കാണാം. ഇപ്പോൾ ഏതാണ് സൂര്യയുടെ പുതിയ മൂവി നല്ല ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന എന്താ സുരഭൈ പുത്ര, എൻ്റെ ട്രെയിലർ ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ട്. പാർക്ക്, തീവ്രം, ജോസഫ്, ഹെലൻ, അന്വേഷണം, എല്ലാ മൂവീസും ഉണ്ട്. പ്രൈം ശരിക്കും റിയലി വേർത്താണ് പ്രൈം ഇതെടുക്കുന്നത്. പ്രൈം സബ്സ്ക്രൈബ് ചെയ്യുന്നത് 1000 rupees പെർ ഇയർ ആണ്. അതിൻ്റെ കൂടെ നമുക്ക് എന്താ പറയുക, ഫ്രീ ഡെലിവറി കിട്ടും ആമസോണിൽ സാധനം വാങ്ങുന്നുണ്ടെങ്കിൽ. അതൊക്കെ ഇൻക്ലൂഡഡ് ആണ് അതിൽ. സോ ഇറ്റ്സ് റിയലി വർത്ത്. അപ്പോൾ നമ്മുടെ കോൺഫിഗറേഷൻ കഴിഞ്ഞിരിക്കുകയാണ് ആമസോൺ ഫയർ TV സ്റ്റിക്ക്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ നേരത്തെ പറഞ്ഞില്ല, യൂട്യൂബ് ഉണ്ട് ഇതിൽ ആപ്ലിക്കേഷൻസ്. അപ്പോൾ യൂട്യൂബ് വേണമെങ്കിൽ വളരെ എളുപ്പമാണ്. നമ്മൾ യൂട്യൂബൊക്കെ മൊബൈലിൽ കാണുന്നതിന് പകരം നമുക്കിതാ വലിയ സ്ക്രീനിൽ തന്നെ കാണാം. ഇതിപ്പോൾ ഞാൻ യൂട്യൂബ് എടുത്തു, നമുക്ക് ചുമ്മാ ഒന്ന് കണ്ടു നോക്കാം. നമ്മൾ ആദ്യമായിട്ട് യൂട്യൂബ് എടുക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മുടെ ഒരു ചാനലിൻ്റെ തന്നെ കാണണ്ടേ. അപ്പോൾ നമുക്ക് രുചികരൻ തന്നെ സെർച്ച് ചെയ്യാം. രുചികരൻ ചാനൽ മറന്നു വേണ്ട. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്. അപ്പോൾ അത് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഫുൾ HD തന്നെ കാണാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ ഫയർ TV സ്റ്റിക്ക് ഉപയോഗിച്ച് സ്മാർട്ട് TV അല്ലാത്ത TV സ്മാർട്ടാക്കി യൂട്യൂബ് ഇൻസ്റ്റാൾ ചെയ്ത് TV കാണുവാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ മുഴുവൻ കണ്ടല്ലോ. ഇതിലിനി ഒരു മെയിനായിട്ടുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് സെർച്ച് ചെയ്യാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. ഇതിലുള്ള ഈ ബട്ടൺ കണ്ടോ, മുകളിലുള്ള ഈ ബട്ടൺ പ്രസ് ചെയ്തിട്ട് നമുക്ക് അലക്സയോട് പറഞ്ഞാൽ മതി. ഇത് അലക്സ എനേബിൾഡ് ആണല്ലോ. അപ്പോൾ അലക്സയോട് പറഞ്ഞാൽ മതി എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യാൻ പറയുകയാണ്. അലക്സ ഓപ്പൺ യൂട്യൂബ്. കണ്ടോ, ഡയറക്റ്റ് യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓൺ ആയത് കണ്ടോ. അലക്സ ഓപ്പൺ ദബാങ് 3 മൂവി. Getting Dabang 3 from Prime Video. ദബാങ് 3 ഓട്ടോമാറ്റിക്കലി പ്ലേ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അത്രയും എളുപ്പമാണ്. ഇവിടെ നിന്ന് അടിച്ച് പ്രസ് ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് അലക്സയോട് പറഞ്ഞാൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ കോൺഫിഗറേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ
ഫയർ TV സ്റ്റിക്ക് എല്ലാവരും കണ്ടല്ലോ, നമ്മൾ TV-യിൽ കോൺഫിഗർ ചെയ്യുന്നതൊക്കെ കണ്ടു. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ഒരു മാസമായിട്ട് ഇത് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു പ്രൊഡക്റ്റ് ആണെന്ന് തോന്നി. അപ്പോൾ ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആമസോണിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഓഫറുകളൊക്കെ ഉണ്ടാവും. അപ്പം എന്താ, നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം ഈ ഒരു ഇത്തിരി നേരത്തിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ കമൻസ് എന്തായാലും അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻസ് ആയിട്ട് അറിയിക്കാം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.